ക്രിസ്മസ് പുതുവത്സര കാലത്ത് തൃശൂരിന്റെ വിപണി കീഴടക്കി മുന്നേറുകയാണ് ജയിൽ കേക്കുകൾ. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഉണ്ടാക്കുന്ന കേക്കുകൾക്കാണ് വലിയ ഡിമാൻഡ്. രുചിയിലും ഗുണത്തിലും മുന്നിൽ നിൽക്കുന്ന ജയിൽ കേക്കുകൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. വിയൂർ ജയിലിൽ ഇപ്പോൾ ആളുകൾ എത്തുന്നത് ചപ്പാത്തിയും ചിക്കനും വാങ്ങാനല്ല, മറിച്ച് ജയിലിലെ നിലവിലെ താരമായ ഫ്രൂട്ട്സ് കേക്കുകൾ വാങ്ങാനാണ്. ക്രിസ്മസ് പുതുവത്സര കച്ചവടം ലക്ഷ്യമിട്ട് ചെറിയ വിലയ്ക്ക് ജയിലിൽ വിൽക്കുന്ന രുചിയൂറും ഫ്രൂട്ട്സ് കേക്കുകൾ വാങ്ങാൻ ആളുകളുടെ തിരക്കാണ്. ബനാന, ഗ്രേപ്പ്, ക്യാരറ്റ് എന്നിങ്ങനെ 3 ഫ്രൂട്ട്സ് കേക്കുകളും ക്രിസ്മസ് പ്ലം കേക്കുമാണ് വിയൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടാക്കുന്നത്. പ്രിസർവേറ്റീവുകളും കളറും മദ്യവും ചേർക്കാതെയാണ് കേക്കിന്റെ നിർമ്മാണം. ക്രിസ്മസ് പ്രമാണിച്ച് ഡിസംബർ ആദ്യവാരം മുതൽ ജയിലിൽ കേക്കുകൾ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന തുടങ്ങിയിരുന്നു. എല്ലാ കൊല്ലവും നമ്മൾ ഫ്രീഡം ഫ്രൂട്ട് കേക്കുകൾ ക്രിസ്മസിനോടനുബന്ധിച്ച് വിപണിയിൽ എത്തിക്കാറുണ്ട്. ഈ കൊല്ലവും നമ്മൾ 3 ഫ്ലേവറാണ് ഫ്രൂട്ട് കേക്കുകൾ വിപണിയിൽ ഇറക്കിയത്: ക്യാരറ്റ്, ബനാന, ഗ്രേപ്സ്. ഇതിന് 3നും പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെയധികം സ്വീകാര്യതയാണ് ലഭിച്ചത്. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെ എസൻസാണ് യൂസ് ചെയ്യാറ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ യഥാർത്ഥ ഫ്രൂട്ട്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ നോ ആൽക്കഹോളാണ്, നോ പ്രിസർവേറ്റീവ്സ് ആണ്. ഇതാണ് പബ്ലിക്കിൻ്റെ ഇടയിൽ ഇതിന് ഇത്രയധികം സ്വീകാര്യത ലഭിക്കാൻ സാധിച്ചത്. ഈ മാസത്തെ മാത്രം കണക്കുകൾ പരിശോധിച്ചാൽ 2.5 ടൺ ഫ്രൂട്ട് കേക്കും 3.5 ടൺ പ്ലം കേക്കുമാണ് വിൽപ്പനയ്ക്കായി എത്തിച്ചത്. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കാനിരിക്കുന്ന നല്ല നടത്തിപ്പിന് വിധിക്കപ്പെട്ട തടവ് പുള്ളികളും പ്രത്യേകം ചുമതലപ്പെടുത്തിയ ജയിൽ ജീവനക്കാരും ചേർന്നാണ് കേക്ക് നിർമ്മാണം. പബ്ലിക്കിൻ്റെ ഇടയിൽ ഇത്രയധികം നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും അപ്പുറം സ്വീകാര്യത ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിത് വീണ്ടും ന്യൂ ഇയർ വരെയും കണ്ടിന്യൂ ചെയ്യും. ഫ്രൂട്ട് കേക്കുകൾ ന്യൂ ഇയർ വരെയും കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രൊഡക്ഷനാണ് ഇപ്പോൾ നിലവിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ദിവസം 50,000 രൂപയോളം കേക്കിൻ്റെ മാത്രം സെയിൽ നമ്മുടെ കൗണ്ടർ വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രീഡം ഫുഡ് പ്രൊഡക്റ്റ് എന്ന പേരിൽ പുറത്തിറക്കുന്ന കേക്കുകൾക്ക് പുറമെ വിയൂർ ജയിലിൽ നിരവധി ഭക്ഷണ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചപ്പാത്തി, വിവിധ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തിലൂടെ പ്രതിമാസം 40 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് സെൻട്രൽ ജയിലിൽ നടക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.